ബൈബിൾ ക്വിസ് ഉൽപ്പത്തി അധ്യായം 3. ചോദ്യം 1. എല്ലാ ജീവികളിലും കൗശലമേറിയ ജീവി? ഉത്തരം പാമ്പ്. ചോദ്യം 2. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ എന്തു സംഭവിക്കും എന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം നിങ്ങൾ മരിക്കും. ചോദ്യം 3. തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷഫലം തിന്നാൽ എന്തു സംഭവിക്കും എന്നാണ് പാമ്പ് പറഞ്ഞത്? ഉത്തരം നിങ്ങൾ മരിക്കയില്ല. ചോദ്യം 4. ദൈവത്തെ പോലെയാകാൻ പാമ്പ് സ്ത്രീയോട് പറഞ്ഞ കുറുക്കുവഴി എന്ത്? ഉത്തരം ദൈവകൽപ്പന ലംഘിച്ചാൽ മതി. ചോദ്യം 5. അറിവിൻ്റെ വൃക്ഷഫലത്തിൻ്റെ പ്രത്യേകതയായി സ്ത്രീ കണ്ടതെന്ത്? ഉത്തരം തിന്നാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം നേടാൻ അഭികാമ്യം. ചോദ്യം 6. വൃക്ഷഫലം തിന്നുവോ എന്ന ചോദ്യത്തിന് മനുഷ്യന്റെ മറുപടി? ഉത്തരം നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ചോദ്യം 7. വൃക്ഷഫലം തിന്നുവോ എന്ന ചോദ്യത്തിന് സ്ത്രീയുടെ മറുപടി? ഉത്തരം പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. ചോദ്യം 8. വൃക്ഷഫലം തിന്നുവോ എന്ന ചോദ്യത്തിന് മനുഷ്യനും ഭാര്യയും പറഞ്ഞ മറുപടിയിൽ വ്യക്തമാക്കപ്പെടുന്ന സ്വഭാവം? ഉത്തരം ചെയ്ത തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സില്ലായ്മ. ചോദ്യം 9. ആരു നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ടത്? ഉത്തരം മനുഷ്യൻ നിമിത്തം. ചോദ്യം 10. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും, ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദൈവം മനുഷ്യനോട്. ചോദ്യം 11. സ്ത്രീയെ വഞ്ചിച്ച പാമ്പിനോട് ദൈവം പറഞ്ഞതെന്ത്? ഉത്തരം നീ ഉരസുകൊണ്ട് സഞ്ചരിക്കും, ജീവകാലം മുഴുവൻ പൊടി തിന്നും, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ചോദ്യം 12. സ്ത്രീയുടെ സന്തതി ആര്? ഉത്തരം യേശുക്രിസ്തു. ചോദ്യം 13. മനുഷ്യൻ തൻ്റെ ഭാര്യയെ വിളിച്ച പേര്? ഉത്തരം ഹൗവ. ചോദ്യം 14. ദൈവം മനുഷ്യനെ ഏദനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം? ഉത്തരം ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കാൻ നിലത്ത് കൃഷി ചെയ്യേണ്ടത്. ചോദ്യം 15. കെരൂബുകളെ വാളിൻ്റെ ജ്വാലയുമായി ദൈവം നിർത്തിയത് എന്തിന്? ഉത്തരം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി സൂക്ഷിക്കാൻ.